എന്താ ഇബ്ലീസിന്റെ പ്രശ്നം? എന്താ? കിബ്ർ. ജീവനോടെ ആരോഗ്യ ദൃഢഗാത്രനായ വെലസി നടന്ന കാലത്ത് ഞാൻ അവന് സുജൂദ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അവന് മയ്യിത്തായ കാലത്ത് എങ്ങനെ സുജൂദ് ചെയ്യാനാണ് എന്ന് മൽഊനായ ഇബ്ലീസ് മറുപടി പറഞ്ഞു സയ്യിദ്നാ മൂസ. കിബ്ർ ഒരിക്കലും നന്നാവില്ല. ചാൻസ് വളരെ കുറവാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചാൻസ് വളരെ കുറവാണ്. അതങ്ങോട്ട് ലെവലാവൂല. അതിൻ്റെ അത് തീർന്നു കിട്ടൂല. ഈ ലോകത്തെ ഏത് തെറ്റിനും രണ്ടാലും അടിസ്ഥാനം ഉണ്ടാവുക. ഒന്നിരിക്കൽ ശഹ്വത്തായിരിക്കും, അല്ലെങ്കിൽ കിബ്റായിരിക്കും. അല്ലാത്തൊരു സംഭവം ഉണ്ടാവുന്നില്ല. അപ്പൊ എല്ലാ സംഭവങ്ങളുടെയും മാതാവാണ് ഈ സംഭവം. ഉദാഹരണം പറയാം, കള്ളുടിയൻ. എന്താണ് അവന്റെ തെറ്റിന്റെ ആധാരം? കള്ളുടിയൻ എന്താ തെറ്റിന്റെ ആധാരം? ശഹ്വത്ത്. കള്ളുടിയന്റെ ആധാരം എന്താ? ശഹ്വത്ത്. ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും നമ്മളെല്ലാവരും പറഞ്ഞിട്ടും ഒരാൾക്ക് ചെയ്യാതിരിക്കുക നല്ലോനെ ചെയ്യും. എന്താ കാരണം? കിബ്ർ. നന്നാവൂല. കള്ളുടിയൻ നന്നാവും. കള്ളു കുടിക്കണ നേരത്തും തന്നെ തൗബ ചെയ്യും. കള്ളു കുടിക്കുമ്പോ തൗബ ചെയ്യും. കുടിച്ചുകൊണ്ട് തൗബ ചെയ്യും. തൗബയുടെ അടിത്തറ അവിടുന്ന് തുടങ്ങും. കള്ളിങ്ങനെ കുടിക്കണ നേരത്ത് അവനിങ്ങനെ വേദനിക്കും മനസ്സിൽ. പഠിച്ചോനെ, ഇത് എനിക്ക് കുടിക്കാതിരിക്കാൻ കയ്യാട്ടുകൊണ്ടാണ് എൻ്റെ മനസ്സ് പറയും. അതുകൊണ്ട് കള്ളുടിയന്മാരൊക്കെ സ്വർഗത്തിന്റെ മേലെ തട്ടിലാണെന്ന് ഈ പറഞ്ഞതിന് മാനല്ലട്ടാ. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. ഞാനൊന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കരുത്. തിരിച്ചുമില്ല. ഒരു ദിവസം നന്മയിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് 90%. നന്നാവാം എന്തുണ്ടായിട്ടില്ലെങ്കിൽ. അങ്ങനെ ശഹ്വത്ത് തുടങ്ങിയിട്ട് കിബറിലേക്ക് എത്തും. ചിലപ്പോ അത് ശഹ്വത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ തിരിച്ചു വരും. അത് ഇനി എവിടേക്കെത്തും? അതിനി എവിടേക്കെത്തും? കിബറിലേക്ക് എത്തും. തിരിച്ചു വരില്ല. എന്തും അങ്ങനെയാണ്. ചിന്തിക്കണം. ഇതല്ലാത്തൊരു വർത്താനം ഇല്ല ലോകത്തിൽ. നിങ്ങൾ ഇനി ഒരു തെറ്റ് പറഞ്ഞു തരും, ഞാൻ ഈ രണ്ടിന്റെ ഉള്ളിൽ കാണിച്ചു തരാം. മൂന്നാമത്തെ സംഭവം തെറ്റിന് ആധാരം ഉണ്ടാവില്ല. ഒന്നിരിക്കൽ ശഹ്വത്തായിരിക്കും, അല്ലെങ്കിൽ കിബറായിരിക്കും. അല്ലാത്തൊരു സംഭവം തെറ്റിനിൽ ഉണ്ടാവില്ല. ശഹ്വത്തിൽ തിരിച്ചു വരും, കിബറിൽ തിരിച്ചു വരില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മെ കാക്കട്ടെ. എന്തും അങ്ങനെയാ. ചിന്തിക്കണം. സത്യത്തിൽ പഴം കഴിക്കുക എന്ന് പറഞ്ഞത് പഴത്തോടൊരു ആഗ്രഹം, അതിനോടൊരു ആഗ്രഹം വന്നു മഹാനായ സയ്യിദുനാ ആദം. പഴം കഴിക്കണോടുകൂടെ മുണ്ടൊഴിഞ്ഞുപോയി. പിന്നെ മുണ്ടൊഴിഞ്ഞതോടുകൂടെ പ്രശ്നം ബോധ്യപ്പെട്ടു. പിന്നെ അവിടെയൊക്കെ ചിരിക്കാണ് ഇബ്ലീസ്. ഇവിടെ തുണി പോയപ്പോ ചിരിക്കുക ഇബ്ലീസ്. ഇബ്ലീസിന് ഉദ്ദേശിക്കുന്ന നടക്കുക. മനസ്സിലായില്ല? ഇവിടെ കളിയാക്കാണ് ആര്? ഈ സംഭവത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് ഈ പഴം കഴിക്കുമ്പോഴോടുകൂടെ വസ്ത്രം പോയി. സ്വർഗത്തിന്റെ ഇല എടുത്തിട്ട് പിന്നെ നാണം മറക്കാൻ നോക്കുക. പക്ഷെ ഫഹബത്തിരീഹു, കാറ്റടിച്ചിട്ട് നാണം മറക്കാൻ കഴിയുന്നില്ല. അപ്പൊ അല്ലാഹു തആല പറയും പുറത്തുപോയി. പിന്നെ കരഞ്ഞുകൊണ്ടാ പോരുന്നത്. ആ കരച്ചിൽ പിന്നെ 300 കൊല്ലം കരഞ്ഞ്. ഒരു പഴം കഴിച്ചതിന് മേൽ കരഞ്ഞത് എത്രയാ? 300. ഇബ്ലീസ് ഒരു സെക്കൻഡ് ഒന്നും കരഞ്ഞിട്ടില്ല. എന്തോടും ഓൻ കരിയില്ല. ഓൻ ചെയ്ത് ന്യായമാണ് ഇന്നും വിചാരിക്കണത്. ഇബ്ലീസ് അന്നും ഇന്നും ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. തെറ്റിന്റെ കയ്യിലല്ല. മനസ്സിലായില്ല? തെറ്റ് ഇന്റെ കയ്യിലല്ല. അവൻ എന്നെ തീ കൊണ്ട് പടച്ച്, മറ്റോനെ എന്നിട്ട് എന്നോട് ഓന് സുജൂദ് ചെയ്യാന്നുള്ളത് ഓന് പറയാൻ പറ്റിയ വർത്താനല്ല. ഇന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കണ്ടേ? ആര് നീ എന്നെക്കാൾ ബഹുമാനിച്ച ഇവനുണ്ടല്ലോ, ഇവനെ എന്നെക്കാൾ ബഹുമാനിച്ചു. ഖിയാമത്ത് നാൾ വരെ എനിക്കൊന്ന് ആയുസ് തന്നോണ്ട. എന്താ ഞാൻ അവനെ കാണിക്കാൻ പോണെന്ന്? ലാഹത്തനിക്കോ അവനെ മക്കളെ മുഴുവൻ ഞാൻ നശിപ്പിക്കും. ഇല്ല കലീല, കുറഞ്ഞാളെ ഞാൻ കഴിയുന്നു. ഇതൊക്കെ കിബറ. ഇശി നോക്കിക്കോ. ആരോടെ പറയണേ? അള്ളഹാനോട് പോനെ പഠിച്ചവനോടും പറയാ. ഇശി നോക്കിക്കോ.
അതല്ലത് കറം താലിയ ജിന്നക്കാൾ ബഹുമാനിച്ച ഇവനുണ്ടല്ലോ ലൈൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ അന്ത്യനാൾ വരെ എനിക്ക് ആയുസ് തരാണെങ്കിൽ ലഹതനി കന്ന ദുരിയതോ പിന്നെ മക്കളെ മുഴുവൻ ഞാൻ നശിപ്പിക്കും. ഇല്ല ഖലീല ഇല്ല ഖലീല ഇല്ല ഖലീല കുറച്ചാളിന്റെ കയ്യുന്നു ബാക്കിയൊക്കെ നശിപ്പിക്കും. കാലഹബ് അല്ല പറഞ്ഞു പോടാ പണി നോക്കിട്ട് പോടാ പണി നോക്കി. ഇത് നശിപ്പിക്കൂല എന്നും പറഞ്ഞില്ല, നശിപ്പിക്കുമെന്നും പറഞ്ഞില്ല. ഇത് പോടാ, മനസ്സിലായില്ല? നശിപ്പിക്കൂലെന്ന് പറഞ്ഞില്ല. ആര്? അല്ല എന്ത് പറഞ്ഞില്ല? ജിന്റെ അടിമകളെ നശിപ്പിക്കൂലാറില്ല. ഇവന്റെ മക്കളെ മുഴുവൻ ഞാൻ നശിപ്പിക്കുന്നോ? അപ്പൊ നശിപ്പിക്കൂലെന്ന് പറയില്ല, പറഞ്ഞില്ല. ആര്? അത് പറഞ്ഞ നശിപ്പിക്കൂലെന്ന് പറഞ്ഞില്ല. അല്ല പറഞ്ഞു ഇത് ഹബ് പോടാ. ഫമൻ തബിഅക മിൻഹും ഇവന്റെ മക്കളെ കൂട്ടത്തിന് ആര് നിന്റെ ഒപ്പം കൂടിയാലും ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅൻ മൗഫൂറ ഞാൻ നരകം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലിട്ട് നടക്കും. നശിപ്പിക്കൂലെന്നില്ല. കാരണം ഇവന്റെ മക്കളിൽ പിന്നെ ഏത് രോഗം വരും? എന്റെ സോക്കട് വരും. എന്താ സോക്കട്? ഇവർ ഒരു നന്നാവൂല. മനസ്സിലായില്ല? നിന്റെ സോക്കട് ഇവന്റെ മക്കളിലേക്ക് പകരും. നിങ്ങൾക്ക് പറയണ മനസ്സിലാവുന്നുണ്ടോ? കേറ് 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 കേറ്. فمن تبعك منهم فإن جهنم جزاؤكم جزاء موفورا فمن تبعك منهم ഇവന്റെ പരമ്പരയിൽ നിന്ന് തബിഅക നിന്നോട് ആര് താബിയായാലും എന്താ നിന്നോട് താബിയാകൽ? അവർക്ക് എന്ത് മുളച്ച് ഉറങ്ങണ പറയണ കുട്ടി എന്താണ് രാവിലെ വന്നിരുന്നിട്ടും ഉണ്ടായിരിക്കണേ? എന്ത് മുളച്ച്? കിബർ മുളച്ചാൽ فإن جهنم جزاؤكم جزاء موفورا ഞാൻ നരകം ഉണ്ടാക്കിയിട്ടുണ്ട്, കൃത്യമായ പ്രതിഫലമായി അതിലിട്ട് ഞാൻ നടക്കും. ഈ ഇവന്റെ മക്കളെ നശിപ്പിക്കൂല എന്ന് ഞാൻ പറയണില്ല. നശിപ്പിച്ചാൽ അഥവാ ഇവന്റെ മക്കളിൽ എന്ത് മുളച്ചാൽ, കീബർ മുളച്ചാൽ ഞാൻ നരകത്തിലിട്ട് നടക്കും. പിന്നെ പറഞ്ഞു, അതിന്റെ അപ്പുറത്ത് പിന്നെ പറഞ്ഞു, എന്നാൽ ഇന്ന ഇബാദി എന്റെ അടിമകളുണ്ട്. അടിമകൾ പറഞ്ഞാൽ ഒരിക്കലും കീബർ ഉണ്ടാവില്ല. കാരണം അവരാരാണ്? അടിമകളാണ്. പഠിച്ചോനെ ഒന്ന് തല തുറക്കി മനുഷ്യന്മാരെ നെറ്റിമന്ന് താമ്പുണ്ടാക്കിയിട്ട് എടാ കൂട്ടിയ ഒരുത്തനും സ്വർഗത്ത് പോകൂല. തലച്ചോറിന് താമ്പുണ്ടാക്കണം. നെറ്റിയല്ലട എങ്ങായി സ്വർഗത്ത് പോകണം മാനദണ്ഡം തലച്ചോറാണ്. തലച്ചോറുമ്പോ താമ്പുണ്ടാകണം. തലച്ചോർക്ക് താമ്പൊക്കി തലച്ചോറുമ്പോ കൊടുക്കിയ കാര്യം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ല? അവിടെ എന്താ അവസാനം പറഞ്ഞു? ഇന്ന ഇബാദി ഇവന്റെ, എന്നാൽ ഇന്ന ഇബാദി എന്റെ അടിമകൾ 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 ഇന്ന ഇബാദി അടിമകൾ ليس لك عليهم سلطان وكفى بربك وكيلا إن عبادي ليس لك عليهم سلطان وكفى بربك وكيلا إن عبادي ليس لك عليهم سلطان എന്റെ അടിമകളുടെ മേൽ നിനക്കൊരു അധികാരം ഉണ്ടാവില്ല. وكفى بربك وكيلا അവർ എന്നിൽ കൂട്ടി കെട്ടിവെച്ചവരായിരിക്കും. അവരെ എന്നിലേക്ക് കിട്ടും. മനസ്സിലായില്ല? ഉമ്മാന്റെ ഒക്കത്ത് പോയ കുട്ടിക്ക് വഴി വഴക്കൂല. എന്നാൽ ഒറ്റക്ക് ബസ് കയറിയ കുട്ടി ചിലപ്പോൾ കൊച്ചിക്ക് പോയാൽ കൊയിലാണ്ടിലെത്തും. ഇവർക്ക് രണ്ടും രണ്ട് വിഷയമുള്ളത്. ഒന്ന്, ഉമ്മാന്റെ ഒക്കത്തിരിക്കല്ലാത്ത നിർവാഹ കുട്ടിക്ക് ഇല്ല. അത് മുതവക്കിലാണ്. ആരിൽ ഏൽപ്പിച്ചിട്ടുണ്ട്? ഉമ്മയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വെക്കൂല. ഉമ്മക്ക് വെച്ചാലേ വെക്കുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കൊച്ചിക്ക് പോയാൽ കൊയിലാണ്ടിലെത്തും. ഒരു കൂട്ടർ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എന്നോട് പറഞ്ഞ് എന്താ പറയാ കുണ്ടാപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിന് കയറിയിട്ട് അവസാനം പനവേലിലെത്തിയ സംഭവം എന്നോട് പറഞ്ഞു. കുണ്ടാപുരത്ത് നിന്ന് അവര് ട്രെയിന് കയറി. എവിടേക്ക്? കോഴിക്കോട്ടേക്ക് ട്രെയിൻ കയറി. പക്ഷെ ബോംബെന്റെ തൊട്ടടുത്ത് പനവേലിലാണ് എത്തിയത്. പനവേലെത്താണ് എപ്പോഴാ അന്തം തുറന്നു നോക്കിയത്. മനസ്സിലായില്ല? കുണ്ടാപുരത്ത് നിന്ന് അവർ കോഴിക്കോട്ടേക്ക് ട്രെയിന് കയറി. ടിക്കറ്റിൽ കോഴിക്കോട് എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു അന്തക്കട ഈ ഇരിക്കുന്നത്. മനസ്സിലായില്ല? ടിക്കറ്റിൽ എന്ത് എഴുതിയിട്ടുണ്ട്? കോഴിക്കോട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്ന് അടുത്ത വണ്ടി അങ്ങോട്ടുള്ളതാണ്. ഒരു പാഞ്ഞാട് കയറി. വണ്ടി വരുന്ന പണി കോഴിക്കോട്ടേക്കല്ല, കോഴിക്കോട് നേരെ എതിർ ഭാഗത്തേക്കാ. ഈ കുട്ടിക്ക് പറ്റൂല. എന്തുകൊണ്ട്? ഈ കുട്ടി ആരൊക്കത്താണ്? ഒന്ന് പറ കുട്ടി. ലൈസ ലക അലൈഹിം സുൽത്താൻ എന്റെ അടിമകളുണ്ട്. ലൈസ ലക അലൈഹിം സുൽത്താൻ അവരുടെ മേൽ നിനക്കൊരു അധികാരം ഉണ്ടാവുകയില്ല. വകഫാ ബിറബ്ബിക വകീല അവർ എന്നെ ഏൽപ്പിച്ചവരായിരിക്കും. അതായത് അവർക്ക് ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് അവർക്ക് ബോധമുണ്ട്. വകഫാ ബിറബ്ബിക വകീല ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു
സദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ റബ്ബിൽ ഏൽപ്പിച്ചവരായിരിക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ലോകത്തെ എല്ലാ തെറ്റിന്റെ അടിസ്ഥാനം രണ്ട് കാര്യം. ഒന്നിരിക്കും ഷഹ്വത്തായിരിക്കും, അല്ലെങ്കിൽ കിബറായിരിക്കും. ഷഹ്വത്തുള്ളവൻ 90% നന്നാവാൻ സാധ്യത ഉണ്ട്. കിബറുള്ളവൻ നന്നാവാൻ സാധ്യത വളരെ കുറവാണ്. ഇനി കിബർ പോയിട്ട് അടിമത്വത്തിലേക്ക് ഇറങ്ങണം. കിബർ എങ്ങനെ പോവുകയാണ്? ചിലപ്പോൾ ക്യാൻസർ വരും, അല്ലെങ്കിൽ ആക്സിഡന്റിൽ കൈയും കാലും മുറിയും, അല്ലെങ്കിൽ കച്ചവടം പൊളിഞ്ഞിട്ട് മനുഷ്യന്മാരാകെ കൊളർമ കൂടി പിടിക്കും. അതുപോലെ നല്ലതാണ്. ചിലപ്പോൾ ക്യാൻസർ അനുഗ്രഹമാണ്. ഈ ക്യാൻസർ കൊണ്ട് എന്ത് പൊട്ടിപ്പോയി? കിബർ പൊട്ടിയോണ്ട് വല്യാപ്പാന്റെ ദ്വാണ്ടാവും, എന്റെ ഉമ്മാന്റെ ദ്വാണ്ടാവും, വല്യമാന്റെ ദ്വാണ്ടാവും. പഠിച്ചോനെ എന്റെ കുട്ടികളെ നരകത്തിൽ കടത്തരുതേൻ. വല്യമ്മ അള്ളാന്റെ അമത്തായിരിക്കും, അള്ളാന്റെ അടിമപ്പെണ്ണായിരിക്കും, അള്ളാന്റെ അടിമപ്പെണ്ണായിരിക്കും. ആര്? വല്യമ്മ. വല്യാപ്പ അള്ളാന്റെ അടിമയായിരിക്കും. അവരെ ദ്വാ അള്ളാഹു തആല സ്വീകരിക്കും. അത് കാരണം മകൻ പറക്കും, മകൻ ഇബ്ലീസിന്റെ സോക്കനുണ്ടാവും, പറക്കും. പിന്നെയോ പിന്നെ ക്യാൻസറാവും. ക്യാൻസർ ആകുമ്പോൾ അമ്പ് പൊട്ടും. എല്ലാം എന്റെ കൈപ്പടയിലാണ് എന്നവൻ വിചാരിക്കും. പിന്നെ പൊട്ടും. പൊട്ടുന്നത് നല്ലതാണ് ചങ്ങായി. പൊട്ടലാണോ ജയിക്കലിനേക്കാൾ നല്ലത്? ജയിച്ചോൻ തോൽക്കും, തോറ്റോൻ ജയിക്കും. തോറ്റനാ ജയിക്കുക. ജയിച്ചോന്റെ മുന്നിൽ ശൂന്യതയാണ്, തോറ്റോന്റെ മുന്നിലാണ് ഭാവിയുള്ളത്. തോറ്റോന്റെ മുന്നിൽ ഭാവിയുണ്ട്, ജയിച്ചോന്റെ മുന്നിൽ ഭാവിയില്ല. കൊയ്ത്തും കൃഷിയും നോക്കിയാൽ ഏറ്റവും നല്ലത് കൃഷിയാണ്. കൊയ്ത്തിന്റെ പിന്നിൽ ശൂന്യതയാണ്, എന്നാൽ കൃഷിയുടെ പിന്നിൽ ഒരു ഭാവി കിടക്കുന്നുണ്ട്. എന്നാൽ സത്യത്തിൽ ലാഭമില്ലാത്ത പണി കൃഷിയാണ്, കൊയ്ത്താണ് ലാഭം. കൊയ്ത്തും കൃഷിപ്പണി നോക്കിയാൽ ഏറ്റവും നല്ലത് കൃഷിയാണ്. കൃഷിന്റെ പിന്നിൽ ഭാവി കിടക്കുന്നുണ്ട്, കൊയ്ത്തിന്റെ പിന്നിൽ ഇനി ഭാവിയില്ല, ഒരു ശൂന്യതയാണ്. കൊയ്ത് കഴിഞ്ഞാൽ പിന്നെ ശൂന്യതയായി. സത്യത്തിൽ കൊയ്യാനല്ല പോകേണ്ടത്, കൃഷിപ്പണിക്കാണ്. അത് നാറും കൊണ്ടേ അവിടെ ചെന്നാൽ അതിന്റെ പിന്നിൽ ഭാവി കിടക്കുന്നുണ്ട്, വലിയ ഭാവിയാണ്. കൃഷിപ്പണിക്ക് പിന്നിൽ ഭാവിയുണ്ട്, കൊയ്ത്തിന്റെ പിന്നിൽ കഴിഞ്ഞല്ലേ? തല കൊടുക്ക, തല കൊടുക്ക, തല കൊടുക്ക. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. പിന്നെ വേറൊന്നുണ്ട്, ബാപ്പാന്റെ ആ ജനനേന്ദ്രിയ കുഴലിലൂടെ പോന്ന ആ നുത്ഫത്തിന് തന്നെ ഒരു ദില്ലത്തുണ്ടാവും. അത് അള്ളാന്റെ മുന്നിൽ എന്നോ ദലീലായിരിക്കും. അത് എത്ര പൊന്തിയാലും താന്നു കിടക്കും, അത് നാശാവില്ല. അത് നുത്ഫത്തിന്റെ മാത്രമാണ്. അത് ബാപ്പാന്റെ ബീജത്തിനൊരു മാറ്റം ഉണ്ടാവും. അത് ചില പ്രത്യേകമായ കാര്യങ്ങളിൽ ഉണ്ടാവും. അവർ ജയിച്ചാലും തോൽക്കും, അവർ തോറ്റാലും ജയിക്കും. അവർ എത്ര വലിയ ആരായാലും അവർ ചെറുതായി നടക്കും. അതുപോലെ ബാപ്പാന്റെ നുത്ഫത്തിന്റെ പ്രത്യേകതയാണ്. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. നുത്ഫത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. നുത്ഫത്ത് എല്ലാം ഒരുപോലെയല്ല, നുത്ഫത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങളെ ചിന്തിക്കണം. എന്താണെങ്കിലും ഈ ഒരു ദില്ലത്ത് അല്ലാഹുവിന്റെ അബ്ദാണ് എന്ന ബോധം. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. ക്യാൻസർ പിടിച്ച് അപ്പോൾ ബോധം വന്ന്. അത് വലിയ പറക്കണ കച്ചവടമായിരുന്നു, ഭയങ്കര കച്ചവടമായിരുന്നു, ഭയങ്കര കച്ചവടം, ഭയങ്കര കച്ചവടം. കണ്ടോടത്ത് മുഴുവൻ സ്വതക്ക കൊടുക്കും. ചിലപ്പോൾ ഈ സ്വതക്ക കൊണ്ടും കിബർ വരും. കിബർ വന്നാൽ പിന്നെ കോടാനക്കോടി സ്വതക്ക കൊടുത്തിട്ടും കാര്യമില്ല, അരക്കഴിച്ച് കോണുണ്ടാവില്ല. എത്ര പറ പാലുണ്ടാക്കി വെച്ചാലും കാര്യമില്ല. കുഞ്ഞൻ ഒന്നിന് മൂത്രിച്ച് തുള്ളി വെച്ചാൽ മതി, കഴിഞ്ഞ് 25 പറ പാലും വലിച്ചെറിയണം. വലിയ ചെമ്പിലേക്ക് 25 പറ പാല് കറന്ന് വെച്ച് അതിലാണ് കുഞ്ഞൻ എന്താക്കിയത്. ഒരു തുള്ളി മൂത്രമായിട്ടുള്ളൂ, ഇനി നിർവാഹമില്ല, കഴിഞ്ഞ്. വളരെ ചിന്തിക്ക, ഒരു തുള്ളി മൂത്രമായിട്ടുള്ളൂ. പറ 25 പറ പാലുണ്ട്, പക്ഷെ മൂത്രം എത്രയാണ്? ഒരു തുള്ളിയായിട്ടുള്ളൂ, ഇനി കളയണം. ഇനി ഒരാൾ തുള്ളിയോട് നിൽക്കാൻ പറ്റില്ല, കഴിഞ്ഞ്, കഥ കഴിഞ്ഞ്. വളരെ ചിന്തിക്കണം. സ്വതക്കാണെങ്കിലും കാര്യമല്ല, എന്ത് സ്വതക്കാന്ന് വെച്ചാൽ സ്വതക്കമ്മൽ കിബർ വരും. സ്വതക്ക കണ്ടവർക്കൊക്കെ കൊടുക്കുക. അതുകൊണ്ടാണ് വലത്തെ കൈ കൊടുക്കുന്നത്. ഇടത്തെ കൈ അറിയില്ലാതെ മായനെന്താ? ഓൻ തന്നെ അറിയണ്ടെന്നല്ലേ മായന. വലത്തെ കൈ കൊടുക്കണ ഇടത്തെ കൈ അറിയണ്ടാരെ മായനെന്താ? വലത്തെ ഒന്ന് പറയും എന്റെ കൊടുവള്ളിക്കാരെ, വലത്തെ കൈ കൊടുക്കണ ഇടത്തെ കൈ അറിയണ്ടാറെ മായനെന്താ? ഓൻ കൊടുക്കണത് ഓൻ തന്നെ അറിയണ്ട, അവൻ കൊടുക്കണം അവൻ തന്നെ അറിയണ്ട. വലത്ത് ഇടത്ത് പറഞ്ഞ ഓൻ തന്നെയല്ലേ. അറിഞ്ഞൂടെ? അറിയാലോ. ഈ വലത്ത് കൊടുത്തത് ഇടത്തറിയരുത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? അറിയാലോ. സ്വന്തം മുതൽ ദാനം ചെയ്യുന്ന ആളുകൾ സിറൻ രഹസ്യമായി, വഅലാനിയതൻ ബില്ലൈലി രാത്രിയിൽ, വന്നഹാരി പകലിലും. മനസ്സിലായില്ല? സ്വന്തം മുതല് അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി, സ്വന്തം ധനം ചെലവഴിക്കുന്നവർ, ബില്ലൈലി രാത്രിയിൽ, വന്നഹാരി സിറൻ രഹസ്യമായിട്ട്, വഅലാനിയതൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
അവർ തീർച്ചയായും പ്രതിഫലം ഉണ്ടാവും. അവർ ഒരിക്കലും കുഴങ്ങൂല. ആര് പേടിച്ചാലും ഒരു പേടിക്കൂല. ആര് രഹസ്യമായി കൊടുക്കണവനും പേടിക്കൂല. ഒന്ന് പറയും മനുഷ്യന്മാരെ, രഹസ്യമായി കൊടുക്കണവനും പേടിക്കണ്ട, പരസ്യമായി കൊടുക്കണവനും പേടിക്കണ്ട, പകല് കൊടുക്കണവനും പേടിക്കണ്ട, രാത്രി കൊടുക്കണവനും പേടിക്കണ്ട. രഹസ്യമായി കൊടുക്കുന്നവനും പേടിക്കണ്ട, പരസ്യമായി കൊടുക്കുന്നവനും പേടിക്കണ്ട. ഇതിന്റെ മനസ്സിനെ അവിടെ ശുദ്ധീകരിച്ച്, മനസ്സ് ശുദ്ധീകരിച്ചു. പകല് കൊടുത്താലും രാത്രി കൊടുത്താൽ മാതിരിയാണ്, പരസ്യമായി കൊടുത്താലും രഹസ്യമായി കൊടുത്ത പോലെയാണ്. ചില രഹസ്യമായി കൊടുത്താൽ പരസ്യമായി കൊടുക്കും പോലെ ആയിരിക്കും. മനസ്സിലായില്ല? ഞാൻ ഒരു കെട്ട് നോട്ട് കൊണ്ടിട്ട് ഇറങ്ങി, നിങ്ങളെ രഹസ്യമായി കണ്ട് ഇത് കുടിച്ചോ, ഇത് ആരോടും പറയണ്ട, ഞാൻ കൊടുക്കണം, അങ്ങനെ ആരോടും പറയില്ല. തിരിഞ്ഞില്ല, കഴിഞ്ഞ് തിരിഞ്ഞിട്ടില്ല, ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ഓൻ ഔലിയ പാപ്പിയും കൂടിയായി. മറ്റേ സ്വതക്കെ ഉണ്ടാവുള്ളൂ, ഇപ്പൊ എന്തും കൂടിയായി. ഭാര്യയുടെ ചെങ്ങായിമാരെ, ഇപ്പൊ എന്തും കൂടിയായി. ഞാന് നോട്ടിനെ കെട്ടുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെ ആചാര്യാണ് ആദ്യം കാണുന്നത്. വേഗം മൂപ്പരകൾ ഓടിച്ച് ലേശം ഓടിച്ച് ഇത് അരി പിടിച്ചോളി, ആരോടും പറയണ്ട, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ആരോടും ഞാൻ പറയില്ല. ഇത് 99 രഹസ്യമായി ചെയ്യണവരെ 99 ആളെയും സ്വഭാവമാണ്. പരസ്യമായി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചാളുകളെങ്കിലും ആ മജ്‌ലിസിൽ നിന്ന് ഗീബത്ത് പറഞ്ഞിട്ട് അവരെ കറ അവിടെ തന്നെ പോയിരുന്നു. ഈ കർക്കിടക മാസത്തിലുണ്ട് പൂളൊക്കെ ഒരു കട്ടൂറ്റല്, മനസ്സിലായില്ല? പൂള തിളപ്പിച്ചിട്ട് പകുതി തിളച്ചാൽ എന്ത് ചെയ്യുന്നറിയോ? വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ ലേശം പുതിയതായ വെള്ളം വെച്ചിട്ട് എന്ത് ചെയ്യും? ഉപ്പിട്ടിട്ട് പിന്നെയാണ് ആ പൂളയാകുക. അപ്പൊ അതിന്റെ കേട് എന്തുമ്പോ പോയി, മനസ്സിലായില്ല? ആദ്യത്തെ ഊറ്റൽമ എന്ത് പോയി? കേടുപോയി. ഞാൻ പരസ്യമായി കൊടുത്ത് കുറച്ചാളുകൾ എന്നെ ഗീബത്തും പറഞ്ഞാൽ ഒരളവോളം അതിന്റെ കട്ടയിമ പോയി. നേരെ മറിച്ച് ഞങ്ങൾക്ക് രഹസ്യമായി പൈസ തന്നിട്ട് നിങ്ങളോട് എന്ത് പറഞ്ഞെന്നറിയോ? പിന്നെ യൂസഫേ, ഇത് ആരോടും പറയരുത്, എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, ഞാൻ കൊടുക്കണം ആരോടും ഞാൻ പറയില്ല, എനിക്കത് അറിയാൻ പാടില്ല, ഇത് ആരോടും പറയണ്ടാറോ. കഴിഞ്ഞ്. അപ്പൊ യൂസഫിന്റെ മനസ്സിൽ ഇപ്പൊ 2 കാര്യമായി. എന്ത്? ഞാൻ കൊടുക്കണ ആളാന്ന് മനസ്സിലായി, ഞാനൊരു ഔലിയെന്ന് മനസ്സിലായി. നേരെ മറിച്ച് ഞാൻ പരസ്യമായി തന്ന യൂസഫിന് തോന്നുന്ന ഇയാള് കണ്ടല്ലോ എന്നാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഞാൻ യൂസഫിനെ ഒരു 10,000 റുപ്യ പണം കൊടുത്ത് പരസ്യമായി നിങ്ങളെ മുന്നിലൊക്കെ കൊടുത്താൽ യൂസഫിന് തോന്നുന്ന ഇയാൾ എന്ത് പൊട്ടനാണ്, ഈ ജനമധ്യത്തിലാണോ സദഖ എടുക്കുന്നതെന്നാണ്. അപ്പോ അതിന്റെ കട്ട് ഒരു നിലക്കൈമ തന്നെ പോയി. ഞാൻ യൂസഫിനെ മെല്ലെ കണ്ടാണ് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, യൂസഫേ ഇത് ആരോട് പറയരുത്, ഞാൻ കൊടുക്കണം, ഞാൻ ആരോടും പറയാ, എനിക്കൊരു നിർബന്ധമാണ്. അപ്പൊ യൂസഫ് പെണ്ണുങ്ങളോട് പോയി പറഞ്ഞു, നമ്മൾ വിചാരിച്ച മാതിരിയല്ല, വല്ല വെള്ളം ഊതാണ്ടെങ്കിൽ മൂപ്പരത്ത് കൊടുത്തേക്കാം, ഭയങ്കര ആളാ, മൂപ്പര് ഭയങ്കര. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒന്നാമത്തെ അളവിൽ ഞാനൊരു പൊങ്ങച്ചക്കാരനെ കൊടുക്കലുകാരനാണ്. രണ്ടാമത്തെ അളവിൽ ഞാൻ എന്റെ മുന്നിൽ എന്ത് സ്ഥാപിച്ചു? ഔലിയെന്നും കൂടി സ്ഥാപിച്ചു. ഇവനാണ് ഖസിറ ദുനിയ വൽ ആഖിറ. ദുനിയാവും പോയി, ആഖിറവും പോയി. പിന്നെ കൊടുക്കല് എന്ന് പറഞ്ഞ ഒരു കുടുങ്ങിയ സാധനമായി കൊടുക്കല്. അതുകൊണ്ടാണ് സ്വഹാബികൾ എന്ത് ചെയ്തിരുന്നത്? രഹസ്യമായി സദഖ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നത് കുഴങ്ങിയിട്ട് അവരെന്ത് ചെയ്യും? ഉറങ്ങണോലെ കാണും, ഉറങ്ങണോലെ എടുത്തോണ്ട് വെക്കും. എന്നീ ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ല? സ്വഹാബികൾ ഏറിയ കൂറും സദഖ കൊടുത്തിരുന്നത് ഉറങ്ങണോൽക്ക്, അല്ലെങ്കിൽ വീട്ടിന്റെ മരപ്പടിമ കൊണ്ടേക്കും. രാത്രിയിൽ രാവിലെ എണീറ്റാൽ ആരും വീട്ടിന്റെ മരപ്പടിമൊക്കെ ഒന്ന് നോക്കും, ആരെങ്കിലും വല്ലതും വെച്ചിട്ടുണ്ടോ? ഉറങ്ങി കിടക്കണവരോ ഉറക്കണിറ്റാൽ ഓരോന്നും ഇങ്ങനെ നോക്കും, ആരെങ്കിലും വല്ലതും വെച്ചിട്ടുണ്ടോ? സ്വഹാബികളുടെ രീതി അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ടൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വഹാബി പള്ളിയിൽ ഒരു സ്വഹാബിക്ക് സ്വതക്ക കൊടുക്കണം. അങ്ങനെ നടന്ന് പള്ളിയിൽ പോയി. അപ്പൊ പള്ളിന്റെ ചെരുവിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ വല്ല തലക്കമ്പറത്ത് എന്ത് ചെയ്ത് ഈ ദിർഹമകൾ അവിടെ വെച്ചിട്ട് ഇയാൾ മെല്ലെ പോണ്. ഇയാൾ മെല്ലെ പരിയിൽ വന്ന് ആരും അറിയാതെ, ഇവനും അറിഞ്ഞിട്ടില്ല, മനസ്സിലായില്ല, ഞാൻ ഒന്നുമില്ലല്ലോ, ആര് മാത്രമേ പറഞ്ഞുള്ളൂ, അയാളും അല്ലാഹു മാത്രം അറിഞ്ഞ് ഒരു സദഖ ചെയ്ത സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കണ നേരത്ത് മകൻ കയറിയാണ്. ചിരിച്ചും കൊണ്ടാ മാമൻ വന്നത്. വാപ്പ അജബ, ഇന്ന് ഭയങ്കര കൊള്ളടിച്ചാണ്, എന്തേന്ന് വെച്ച് ഞാൻ പള്ളിയുടെ ചെരുവിൽ ഇറങ്ങി കിടക്കായിരുന്നു, ആരോ എനിക്ക് സ്വതക്ക വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ലാ പൈസ എടുക്ക്, അത് ഞാൻ തന്നെയാണ് ചങ്ങാതി, ഞാനിത് ആർക്കും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പള്ളിയിൽ ഒരാളെ നോക്കിയപ്പോ അവിടെ കിടക്കണുണ്ട്. അപ്പൊ ഞാൻ എന്റെ മുഖം നോക്കിക്കണേ, ഞാൻ തരൂല, ഞാൻ എന്റെ ബേക്ക കൂടെ വന്നിട്ട് മെല്ലെ അവിടെ വെച്ച് പാഞ്ഞതാണ്. കാരണം അതില് മകൻ പറയൂല റബ്ബി പർസോനെ എന്തെങ്കിലുമൊക്കെ കിട്ടണല്ലോ എന്ന് ഉദാഹരണ ഞാൻ കിടന്ന്. അതുകൊണ്ട് എനിക്ക് ഞങ്ങൾക്ക് തരൂല, ഇന്റെ റബ്ബി എനിക്ക് അന്നാണ്. അത് അയച്ചാണെങ്കിൽ ഞാൻ തരൂലായിരുന്നു, പൈസ എടുക്കുകയാണ്.
എന്നാ റസൂലുള്ളാഹിന്റെ അടുത്ത് പോവുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭവം പറഞ്ഞ് ബാപ്പ പറഞ്ഞ നബിയെ ഞാൻ സ്വതക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അന്വേഷിച്ചു. ഒരാൾ പള്ളിന്റെ സൈഡിൽ ഉറങ്ങി കിടക്കുന്നുണ്ട്. അത് പെട്ടല്ലോ നബിയെ. ഞാൻ അവസാനം ഇവനെ ഞാൻ നോക്കിയിട്ടില്ല. ഇവൻ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു എനിക്കാണ് വയസ്സ് കിട്ടിയത്, ഞാനിരുന്നു ആള്, അതുകൊണ്ട് എനിക്ക് ഇവൻ എടുക്കണത് പറ്റൂല, എനിക്കത് സാധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പൈസയും കൊണ്ടുവന്നതാണ്. മകൻ പറഞ്ഞ് പടച്ചോൻ നബിയെ അങ്ങനെ ഞങ്ങൾ ഇതിന് വിധി പറയരുത്, എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഞാൻ അള്ളാഹിനോട് ദ്വാരക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, അങ്ങനെ കിട്ടിയതാണ്. അപ്പൊ നബിയാണ് ചിരിച്ച്. റസൂല പറഞ്ഞ് കൊടുക്കണ്ട, ലക്കമാ ആഴ്ത്തയിത്ത വലക്കമാ അഹർത്ത, എനിക്ക് കൊടുത്ത കൂലിയും കിട്ടി, എനിക്ക് കിട്ടിയ പൈസയും കിട്ടി, പോയിക്കോളി കണ്ടളന്ന് എന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തു കിബറിന് വഴിമാറരുത്, എന്തു കിബറിലേക്ക് കഴിഞ്ഞാൽ എത്തും, നന്മ തിന്മയാവും. ഉദാഹരണം പറയാം, സുന്നത്തസ്കാരം പൊരയെന്നാണ് നല്ലത്. എന്തുകൊണ്ട്? സുന്നത്തസ്കാരം പൊരയെന്നാണ് നല്ലത്. എന്തുകൊണ്ട്? അഫ്ളൽ എന്താണ്? സുന്നത്തസ്കാരം തഖറുബാണ്. ഫർദ് അങ്ങനെയല്ല, ഫർദിൽ വലിപ്പത്തരല്ലല്ലോ. ഫർദിൽ വലിപ്പത്തരണ്ടോ? ഫർദിൽ വലിപ്പത്തരല്ലല്ലോ. അപ്പൊ നിങ്ങളെ ഭാര്യക്കും കുട്ടികൾക്കും നിങ്ങൾ ചെലവിന് കൊടുക്കുന്നതിൽ വലിപ്പത്തരല്ലല്ലോ. നാട്ടിൽ ഒരാൾക്ക് ഒരു 10 വയസ്സ് കൊടുത്താൽ വലിപ്പത്തരുണ്ട്. മറ്റേ ഫർദാണ്. ഫർദിൽ എന്തില്ല? ഒരു വലിപ്പത്തരമില്ലല്ലോ. ഫർളല്ലേ, അതിലൊന്നും പറയല്ലോ. നേരെ മറിച്ച് സുന്നത്ത് എന്നാൽ രഹസ്യമായി ചെയ്യുന്നത് അഫ്ളല്. എന്തുകൊണ്ട്? അത് ജനങ്ങൾ കണ്ടുപോയാൽ ചിലപ്പോൾ തെറ്റാണെന്നല്ല, പലപ്പോഴും അമൽ നഷ്ടപ്പെട്ടു പോകും. സാലിഹായ അമൽ ചെയ്യുകയാണെങ്കിലും മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചോ, വല്ലാതെ ചെയ്യണ്ട. കാരണം ചിലപ്പോൾ രസകരമായിട്ട് പിന്നെ പല വസ്തുക്കളും മനുഷ്യനെ കൊല്ലാറുണ്ട്. നീ ഇപ്പൊ നല്ലതാണെന്ന് വിചാരിക്കുന്ന പലതും നിന്നെ കൊല്ലും. ഈ സുന്നത്തോണ്ട് അടുക്കാൻ നോക്കിയാൽ സുന്നത്തോണ്ട് അകലും. പരമാവധി അവിടെ നിയന്ത്രിച്ചോ. മനസ്സിലായില്ല? സുന്നത്താണെങ്കിലും എന്ത് ചെയ്തോളാം, സുന്നത്താണെങ്കിലും എന്ത് ചെയ്തോ, നിയന്ത്രിച്ചോ. വല്ലാതെ മേയാൻ വിടണ്ട. ജനങ്ങളെ മുന്നിൽ ഇജന്റെ ആളാണെന്ന് അറിയപ്പെടുമ്പോൾ അനക്കൈമൽ എന്ത് വരും? കിബർ വരും. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. പിന്നെ കിബർ വരാത്തൊരവസ്ഥയിൽ എത്താൻ തിരക്കടില്ല. അൽഹംദുലില്ലാ. വളരെ ചിന്തിക്കണം. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം എന്നാൽ ഒരു നിലക്കും കിബർ അംഗീകരിക്കാൻ കഴിയില്ല. ഒരു നിലക്കും, അത് എന്ത് നിലക്കാണെങ്കിലും വേണ്ടില്ല, കിബർ അംഗീകരിക്കാൻ കഴിയില്ല. ലോകത്തെ ഏത് തിന്മയുടെയും ആധാരം ഒന്ന് ശഹ്വത്താണ്, ഒന്ന് കിബറാണ്. ശഹ്വത്തിൽ തോബയിലേക്ക് അയാൾ അസ്റായിരിക്കും, പെട്ടെന്ന് തോബയിലേക്ക് വരും. എന്നാൽ കിബർ ഒരിക്കലും തൗബയിലേക്ക് വരികയില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സംഭവമുണ്ട്. മരുഭൂമിയിലൂടെ നടന്നപ്പോൾ ഇബ്ലീസിനെ കണ്ടു. ലഅനത്തുല്ലാഹ്. ഞങ്ങളോട് പറഞ്ഞു ആ സംഭവം? പറഞ്ഞോ? മരുഭൂമിയിലൂടെ നടന്നപ്പോൾ ഇബ്ലീസിനെ കണ്ടു. ലഅനത്തുല്ലാഹി അലൈഹി. ഒരു അള്ളാഹനെ മുനാജാത്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സിനായ് മലയുടെ മുകളിലേക്ക് സയ്യിദുനാ മൂസ. അപ്പോൾ ഒരാൾ വൈക്കുന്നുണ്ട് മരുഭൂമിയിൽ. നിങ്ങൾ ആരാ ചോദിച്ചു? ഞാൻ ഇബ്ലീസാണ്. എന്തേ വിടക്കണോ ചോദിച്ചു. ഇനി ഞങ്ങളെ കാണാൻ നിൽക്കണ എന്തേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് എനിക്ക് നന്നാകണമെന്നുണ്ട്. നിങ്ങൾ ഏതായാലും അള്ളഹാനോട് സംസാരിക്കാൻ പോവുകയാണല്ലോ, നിങ്ങൾ അള്ളഹാനോടൊന്ന് പറയേ ഇബ്ലീസിന് ഇപ്പൊ ഒന്ന് നന്നാകണമെന്ന് പൂതിയുണ്ട്, അതിനുള്ള വഴി എന്താണ് എന്ന് ഒന്ന് പറഞ്ഞു കൊടുത്ത് ഇബ്ലീസിന് നന്നാകണം. ഇബ്ലീസിന് എന്റെ അടുത്തേക്ക് തിരിച്ചു വരണം. നരകത്ത് കിടക്കാനൊന്നും ആവൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മൂസാ നബിന്റെ വഴി തടഞ്ഞ ആര്? ഇബ്ലീസ്. മൂസാ നബി അള്ളഹാനോട് മുനാജാത്ത് ചെയ്യാൻ വേണ്ടി പോവാണ്. മനസ്സിലായില്ലേ? അപ്പൊ മരുഭൂമിയിൽ നിൽക്കുന്നുണ്ട് ഒരു താടിക്കാരന്. അപ്പം എന്തേന്ന് വെച്ചു. നിങ്ങൾ ആരാ വെച്ചു? ഞാൻ ഇബ്ലീസാണോ. എന്തേന്ന് വെച്ചു? ഞങ്ങളെ കാണാൻ നിൽക്കണോ. എന്തിനാന്ന് വെച്ചു? നിങ്ങൾ അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യാൻ പോകുകയാണെന്ന് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പോകണം. അവിടെ ചെന്ന് നിങ്ങളെ കാര്യം പറഞ്ഞാൽ നിന്റെതോട് പറയണം. എന്താ നിന്റെ കാര്യം? ഒന്നുമല്ല, എനിക്ക് നന്നാകാൻ കുറച്ച് പൂതി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നെ നന്നാകാൻ നിങ്ങൾ സഹകരിക്കണം. അള്ളാഹിനോട് ഞാൻ നന്നാകാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് ചോദിച്ചു നോക്കിയാൽ ഞാൻ ചെയ്തോളാറും. അപ്പോൾ ഒരാൾ നന്നാകുകയല്ലേ. അപ്പൊ ആർക്കും തോന്നി, മൂസാ നബിക്ക് തോന്നി ഈ പായനെങ്കിലും ഒന്ന് നന്നായി കിട്ടിയ അത്ര നന്നായിരുന്നു. അങ്ങനെ അള്ളഹാനോട് പോയി. അള്ളഹാനടുത്ത് ചെന്ന് തന്റെ കാര്യം മുനാജാത്ത് ചെയ്ത് സംസാരിച്ചപ്പോൾ ഫനസിയ അൻ ഇബ്ലീസ, ഇബ്ലീസിനെ പറ്റി മറന്നുപോയി. ആര്? മൂസാ നബി അലൈഹി സ്വലാം. അങ്ങനെ മുനാജാത്തൊക്കെ കഴിഞ്ഞ് മടങ്ങാൻ നേരത്തെ അള്ളാഹു തആല മൂസാ നബിയോട് ചോദിച്ചു, മൂസ ഇനി വേറെ എന്തെങ്കിലും പറയാണ്ടോ ചോദിച്ചു. ഇല്ല, ഇനി വേറെ ഒന്നും പറയാനില്ലാണോ. ഒന്നുമില്ലേന്ന് ചോദിച്ചു. ആലോചിച്ച് നോക്കി, ഒന്ന് പറയല്ലേ ചോദിച്ചു. ഒന്നുമില്ല റബ്ബേർ. ഒന്നുമില്ലേന്ന് ചോദിച്ചു. ഈ പോന്നപ്പോ ആരെങ്കിലും കണ്ടീനോ ചോദിച്ചു. അല്ലാ നസീതു, ഞാനത് മറന്നുപോയി പഠിച്ചോനെ. കണ്ടീന്ന് പറഞ്ഞു. ആരെ കണ്ടു ചോദിച്ചു. ഞാൻ ഇബ്ലീസിനെ കണ്ടീന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ എന്തോ പറഞ്ഞു ചോദിച്ചു.
അവൻ പറഞ്ഞ് പഠിച്ചോനെ ഓൻ നന്നാകാൻ കൂടിയുണ്ട്, അതുകൊണ്ട് ഈ നന്നാകാനുള്ള വഴി അവന് പറഞ്ഞു കൊടുക്കാൻ, ഓൻ നന്നായി തീരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഓൻ നരകത്ത് കിടക്കാൻ ആവൂല എന്ന് അപ്പം പറയണ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ആയിക്കോട്ടെ, ഓൻ നന്നായിക്കോട്ടെ. ആദമിന്റെ ഖബർ ഇന്നാലിന്ന സ്ഥലത്തുണ്ട്, അവിടെ നിന്ന് പോയിട്ട് എന്ത് ചെയ്തോട്ടെ, ഒരൊറ്റ സുജൂദ് ചെയ്താൽ മതി, ഞാൻ പുറത്തു കൊടുക്കാറ്. അങ്ങനെ സന്തോഷത്തിൽ മൂസാ നബി ഇറങ്ങി വന്നത്. വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, മനസ്സിലായില്ല. നേരെ മൂസാ നബി ഇബ്ലീസിനോട് പറയാൻ വേണ്ടി വന്ന മരുഭൂമിയിൽ പകുതി വൈക്ക കാത്തുക്കുണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഞാൻ സംസാരിച്ചു, ഞാൻ ആദ്യം പറഞ്ഞതിന് പിന്നെ പറഞ്ഞത് ഇന്നാലിന്ന സ്ഥലത്ത് ആദമിന്റെ ഖബറുണ്ട്, അവിടെ പോയി ഒരു സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാ, നേരെ കയറാന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നരകം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസറഹ ഇബ്ലീസ്. അപ്പോൾ ഇബ്ലീസ് അങ്ങോട്ട് പൊട്ടി പൊട്ടി അടിച്ചിരിച്ച്. ഇബ്ലീസ് പറഞ്ഞു, മാ സജത്തുഹു ഹയ്യുൻ ഫകൈഫ അസ്തുദുഹു മയ്യിതുൻ. മനസ്സിലായില്ല. ഓൻ നല്ല വലിയ ആളായിട്ട് ഇങ്ങനെ ബലസി നടക്കണ കാലത്ത് ഞാൻ ഓന് നന്നാകണ പിന്നെ അന്ന് സുജൂദ് ചെയ്യുന്നല്ലോ, ഇപ്പൊ അവൻ മരിച്ചിട്ട് മണ്ണിനടിയില്ല, എന്നിട്ട് ഞാൻ അവനെ സുജൂദ് ചെയ്യും, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് മൂസാന്ന് ചോദിച്ചു. മനസ്സിലായില്ല. അത് നടക്കൂല, വേറെ വല്ലതും പറയാണ്ടെങ്കിൽ പറയാം, അത് നടക്കൂല. ആര്? ഇബ്ലീസ്. എന്തുകൊണ്ട് അത് നടക്കൂല? മനസ്സിലായോ പറഞ്ഞത്? എന്താ ഇബ്ലീസിന്റെ പ്രശ്നം? എന്താ? ജീവനോടെ ആരോഗ്യ ദൃഢഗാത്രനായ വെലസി നടന്ന കാലത്ത് ഞാൻ അവന് സുജൂദ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അവനെ മയ്യിത്തായ കാലത്ത് എങ്ങനെ സുജൂദ് ചെയ്യാനാണ് എന്ന് മൽഊനായ ഇബ്ലീസ് മറുപടി പറഞ്ഞു. സയ്യിദ്നാ മൂസാ, കിബ്ർ ഒരിക്കലും നന്നാവില്ല, ചാൻസ് വളരെ കുറവാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചാൻസ് വളരെ കുറവാണ്. അതങ്ങോട്ട് ലെവലാവൂല, അത് ലെവലാവൂല, അതിൻ്റെ അത് തീർന്നിട്ടില്ല. ഒരു നാട്ടിൽ ഒരു 10, 30, 35, 40 കൊല്ലം പ്രസിഡന്റായ ഒരാളുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്ത് ചെയ്തെന്നറിയോ, ചെറുപ്പക്കാരൊക്കെ കുണ്ടന്മാരൊക്കെ കൂടിയിട്ട് ഇതൊക്കെ ഒന്ന് മാറണം എന്ന് തോന്നി, നാട്ടിലെ കമ്മിറ്റിയൊക്കെ അലകം പടി മാറ്റണം എന്ന് തോന്നി. അങ്ങനെ ജനറൽ ബോഡി ഉണ്ടാക്കിച്ചു, വലിയ യുദ്ധം ചെയ്തു, ജനറൽ ബോഡിയൊക്കെ ഉണ്ടാക്കി, പുതിയ കമ്മിറ്റി മാറ്റി. പഴയ പ്രസിഡന്റിനെ അവരെന്ത് ചെയ്തു എന്നറിയോ, വൈസ് പ്രസിഡന്റ് ആക്കി, പുതിയ പ്രസിഡന്റിനെ വെച്ചു. അങ്ങനെ പുതിയ കമ്മിറ്റി തട്ടിപ്പൊട്ടി കുറച്ചുണ്ടാക്കി. 10-35 ശതമാനം കൊല്ലം പ്രസിഡന്റ് ആയതുകൊണ്ട് പിന്നെ മൂപ്പരെ വൈസ് പ്രസിഡന്റ് ആക്കി എന്ന കാരണത്താൽ പിന്നെ മൂപ്പര് യോഗത്തിനൊന്നും പോയില്ല, മൂപ്പര് നിസ്സഹകരിച്ചു. അതിൽ അങ്ങനെ പിന്നെ മൂപ്പർക്ക് സോക്കടായി, പിന്നെ മൂപ്പര് കട്ടില്ലായി, സോക്കടായി. അതിൻ്റെ ഇടയ്ക്ക് ഈ ആളുകൾ പുതിയ കമ്മിറ്റിക്കാർ എന്ത് ചെയ്തു, നമ്മളെ നാട്ടില് പിന്നെ എത്ര വീടുകളുണ്ട്, എത്ര ആണുങ്ങളുണ്ട്, എത്ര പെണ്ണുങ്ങളുണ്ട്, കെട്ടിച്ചോര് കെട്ടിക്കാത്ത ഒരു കാനേശ്മാരി കണക്കെടുക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ഫോം എഴുതി ഉണ്ടാക്കിയിട്ട് ആ ഫോം അച്ചടിച്ച് വീട് വീടാന്തരം വിതരണം ചെയ്തു. അതിൽ ഒരു കോളം ഇങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ കുടുംബം ഈ മഹലിൽ താമസം തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇത് പഴയ പ്രസിഡന്റിന്റെ പുരയിലെത്തിയപ്പോൾ മൂപ്പര് പേരക്കുട്ടിനെ ഇരുത്തിയിട്ട് ഇങ്ങനെ പൂരിപ്പിച്ചിട്ട് മൂപ്പർക്ക് സുഖമില്ല, കിടപ്പിലാണ്. ആ കിടപ്പ് തന്നെ പോകും, ആ കിടക്ക് തന്നെ പോവുകയും ചെയ്ത്. ആ കോളത്തിലെത്തിയപ്പോൾ മൂപ്പര് പറഞ്ഞ്, നിങ്ങളുടെ കുടുംബം ഈ മഹലിൽ താമസം തുടങ്ങിയിട്ട് എത്രയായി എന്നുള്ളടത്ത് മൂപ്പര് പറഞ്ഞ്, ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ വല്യാപ്പ വരണേന്റെ 50 കൊല്ലം മുമ്പ് എന്ന് ഇരിക്കളാറും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായപ്പോ പറഞ്ഞത്, ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ വല്യാപ്പ നമ്മളെ മഹലിൽ വരണേന്റെ 50 കൊല്ലം മുമ്പ് ഇന്ത്യ കുടുംബം ഇവിടെ പറക്കുണ്ടാറും. അതായത് എന്തിനാവൂല, എന്തിനാവൂല, അടിക്ക് നിൽക്കാനാവൂല. പോയി അള്ളാഹു തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അതൊരു നാട്ടിലുണ്ടായ സംഭവമാണ്, ഞാൻ അറിയുന്നൊരു സംഭവമാണ്. എന്താ വിഷയം? അഹങ്കാരം. അപ്പൊ എന്താ ഇവിടെ ഈ നിങ്ങൾ ചിന്തിക്കണം. അവനും അഹങ്കരിച്ചു, അവന്റെ പട്ടാളം അഹങ്കരിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇവിടെ പട്ടാളത്തിന് 2 വട്ടം ഇവിടെ പറയുന്നുണ്ട്, പട്ടാളം എന്ന്. ശ്രദ്ധിക്കണേ, ആ ആയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. അവനും അഹങ്കരിച്ചു, അവന്റെ പട്ടാളവും അഹങ്കരിച്ചു. അതിന്റെ താഴെ പറയുന്നുണ്ട്, അവന്റെ പട്ടാളത്തെ ഞാൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പട്ടാളം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവര് പിന്നണിക്കാരാ, ഡെയിലുള്ളവരാ. ആര് ഒന്ന് പറയും ചങ്ങായിമാരെ, പട്ടാളം. പക്ഷേ ഫിറഔന്റെ പട്ടാളമാണ് എന്ന നിലയിൽ അവർക്ക് എന്തുണ്ടാവും? അഹങ്കാരം ഉണ്ടാവും. ഇത് ഭയങ്കര പാടുണ്ട്. ഏത് വലിയതിലും മനുഷ്യൻ നശിച്ചു പോവും, ഏത് ചെറിയതിലും മനുഷ്യൻ നന്നാവും. വലിയതിലേക്ക് ചേർന്ന് നിന്നാൽ ചിലപ്പോൾ നശിക്കാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത സ്വഹാബികൾ സ്പെയിനിലേക്ക് വന്നു. അപ്പോൾ സ്പെയിനിലെ രാജാവ് നേരെ പേടിച്ചോടി ഇംഗ്ലണ്ടിലേക്ക്. അങ്ങനെ ഇംഗ്ലണ്ടിലെ രാജാവിനോട് പോയിട്ട് സ്പെയിനിലെ രാജാവ്, നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ, കേട്ടോളൂ 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 കേട്ടോളൂ, ഭയങ്കര പാടാ. സ്പെയിനിലേക്ക് മുസ്ലിമീങ്ങൾ ഉടുതുണി മറുതുണി ഇല്ലാത്ത ചെന്ന് സ്പെയിന് പിടിച്ചടക്കിയ മുസ്ലിമീങ്ങൾ. അപ്പോൾ സ്പെയിനിലെ രാജാവ് ഇംഗ്ലണ്ടിലേക്ക് ഓടി. ഇംഗ്ലണ്ടിലെ രാജാവിനോട് പോയിട്ട് സ്പെയിനിലെ രാജാവ് പറഞ്ഞേ, നിങ്ങൾ എനിക്കൊരു പട്ടാളത്തിന് അയച്ചു തരണം. എന്റെ നാട് മദീനത്ത് നിന്ന് വന്നവര് പിടിച്ചടക്കി, എനിക്ക് എന്റെ നാട് തിരിച്ചു പിടിക്കണം. അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവ് പറഞ്ഞേ, എങ്ങനെയായിരുന്നോ സ്പെയിനിൽ കഴിഞ്ഞത് ആ സൗകര്യത്തോടു കൂടി ഞാൻ കൊട്ടാരം കിട്ടിയിട്ട് ഇംഗ്ലണ്ടിൽ കഴിയാനുള്ള എല്ലാ സൗകര്യവും ഞാൻ നിനക്ക് ചെയ്തു തരാം. അവരടുത്തേക്ക് ഒരു പട അയച്ചു തരണമെന്ന് മാത്രം എന്നോട് പറയരുത്. കാരണം അവരെന്ന് പറഞ്ഞാൽ അത്രയും പടച്ച തമ്പുരാന്റെ അടിമകളായി നടക്കുന്ന ആളുകളാ. അവരെ തോൽപ്പിക്കാൻ കഴിയൂല. എന്നാൽ ഇച്ച് പേടിക്കണ്ട, ഇവരെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും അഹങ്കാരം വരും. അന്ന് നമുക്ക് മരിക്കണേ നമുക്ക് വസിയത്ത് എഴുതി വെക്കാം, നമ്മളെ നാട് തന്നെയാണ് സ്പെയിന്, ഇവര് നാശാകണ നിങ്ങൾ പിടിച്ചിറക്കിക്കൊണ്ടേ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായോ? ഇന്ന് ഒരു പഞ്ചായത്ത് മുസ്ലിമീങ്ങൾ ഭരിക്കണില്ല സ്പെയിനിൽ, ഒരു പഞ്ചായത്ത് ഭരിക്കണില്ല. ലോകത്തെ ഏറ്റവും പള്ളി ഉണ്ടായ നാടാണ് സ്പെയിന്. ഒരു പള്ളി അടുത്ത കാലത്താ അറബികൾ ഉണ്ടാക്കിയത്. മാഡ്രിഡിൽ ഈ അടുത്ത കാലത്ത് ഒരു പള്ളി ഉണ്ടാക്കിയത്. പള്ളികൾ മുഴുവനും ടെന്നീസ് കോർട്ടുകളാണ്. ഏകദേശം പള്ളികൾ ശൗചാലയങ്ങളാണ്. അതായത് കക്കൂസുകളാക്കി, വഴിയോരത്തെ കക്കൂസാക്കി മാറ്റി. എന്തിനെ? പള്ളിയെ ടെന്നീസ് കോർട്ടാക്കി, പാർട്ടി ഓഫീസാക്കി, ചർച്ചാക്കി. 10 ലക്ഷം ആളുകളെയാണ് AD 16-ാം നൂറ്റാണ്ടിൽ ഫെർഡിനൻഡ് രാജാവ് ആർത്തഡ് കൊന്നത്. മാപ്പിളാരെ മുസ്ലിമീങ്ങളെ ഒരൊറ്റ കൊല്ലത്തിൽ 10 ലക്ഷം മുസ്ലിമീങ്ങളെ അറുത്തു കൊന്നു. എന്താ കാരണം? പിൻഗാമികൾ അഹങ്കാരം. മനസ്സിലായി പറഞ്ഞത്? ഉടുതുണിക്കും മറുതുണി ഇല്ലാത്ത ആളുകൾ വന്നു സ്പെയിനിൽ. അവരെ ജയിക്കാൻ ഒരാൾക്കും കഴിഞ്ഞതേയില്ല, കഴിയില്ല. എന്തുകൊണ്ട്? അവർ ചെറിയവരാണ് എന്ന ബോധം അവർക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചെറിയവരാണ് എന്ന ബോധം അവർക്കുണ്ടായിരുന്നു. അവർക്ക് ഇംഗ്ലീഷ് അറിയുകയില്ല, അവർക്ക് ലാറ്റിൻ അറിയുകയില്ല, അവർക്ക് ഫ്രഞ്ചും അറിയുകയില്ല, അവർക്ക് സ്പാനിഷും അറിയുകയില്ല. മദീനയിൽ നിന്ന് സ്പെയിനിലേക്ക് പോയവർക്ക് ഒന്നും അറിയില്ല. അവർക്ക് സ്പാനിഷ് അറിയൂല, പക്ഷെ ഫ്രഞ്ച് അവർ സ്പെയിൻ പിടിച്ചടക്കിയിട്ടുണ്ട്. അവർക്ക് സ്പാനിഷ് അറിയില്ല. സ്വഹാബികൾക്ക് സ്പാനിഷ് അറിയുമായിരുന്നില്ല. എന്നാൽ അവർ സ്പെയിൻ പിടിച്ചടക്കി. എന്തുകൊണ്ട്? അവർക്കൊരു ഭാഷ അറിയും. ഏത് ഭാഷ? വിനയം. മനസ്സിലായോ പറഞ്ഞത്? പിന്നീട് വലിയ ആളുകളായി മാറി. ലോകത്തെ ഏറ്റവും വലിയ കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായി. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി സ്പെയിനിലാണ് ഉണ്ടായത്. കോർഡോവ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി കോർഡോവയാണ്. ഇന്ന് ആ യൂണിവേഴ്സിറ്റി കാട് പിടിച്ച് കിടക്കാണ്. ഈ യൂണിവേഴ്സിറ്റി നശിച്ചുപോയി. ഒരു പഞ്ചായത്ത് പോലും മുസ്ലിമീങ്ങൾ ഇന്ന് അവിടെ ഭരിക്കണില്ല. 10 ലക്ഷം ആളുകളെ ഒരു കൊല്ലത്തിനുള്ളിൽ ഫെർഡിനൻഡ് രാജാവിന്റെയും ഇസബെല്ല രാജ്ഞിയുടെയും പട്ടാളം കൊലപ്പെടുത്തി. എന്തുകൊണ്ട്? അഹങ്കാരം വന്നു. അഹങ്കാരം വന്നപ്പോൾ ഭിന്നത വന്നു. ഭാഷയെ തമ്മിൽ കൂടുകയുള്ളൂ. രണ്ടിനും ഭാഷ ഇല്ലെങ്കിൽ തമ്മിൽ കൂടുകയില്ല. ഭാഷ ഇല്ലെങ്കിൽ കൂടൂല. ഭാഷ എന്നൊരു വിനയാണ്. ഭാഷ അല്ലേ കൂടൂല. ഇത് ഇതിനോട് ഒട്ടൂല. ഇതിന്റെ സ്വഭാവം ഒഴിവാക്കൂല, ഇതിന്റെ സ്വഭാവം ഒഴിവാക്കൂല. പിന്നെ രണ്ടാളെയും കൂട്ടുന്ന ഒരു സാധനം ഇടയിൽ കയറി വരും. ആര്? ഭാഷ. കല്ലിന് ഒഴിപ്പെടൂല. കല്ലിന് ഒഴിപ്പെടൂല. അതൊരു നിയമമാണ്. പക്ഷേ കല്ലിനിടയിൽ ഒരു പശ വരും, സിമന്റ്. അപ്പോ കല്ലിലേക്ക് കൂട്ടും. മനസ്സിലായോ പറഞ്ഞത്? ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. ഇവിടെ എന്തുകൊണ്ടാണ് സ്വഹാബികൾ നേടിയത് എന്നാൽ അവർക്ക് വിനയുണ്ടായി. അവൻ ആംഗരിച്ചു വജുനൂദുഹു, അവന്റെ പട്ടാളം. വലിയൊരു ഭയങ്കര പേടിക്കണം. വലിയതിൽ എപ്പോഴും എന്തു വരും? അഹങ്കാരം വരും. വലിയതിൽ അഹങ്കാരം വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ ഈ വലിയതിൽ നിന്ന് എന്ത് പഠിക്കണം എന്നറിയോ? വിനയം പഠിക്കണം. നേരം വെളുക്കുന്നവരെ പൊട്ടിക്കരഞ്ഞ് ദ്വാർക്കും സയ്യിദുനാ സുലൈമാൻ. മാനത്ത് പറക്കുന്ന ചക്രവർത്തിയ സയ്യിദുനാ സുലൈമാൻ. പക്ഷെ നേരം വെളുക്കുന്നവരെ എന്ത് ചെയ്യും? പൊട്ടിക്കരയും. നേരം വെളുക്കുന്നവരെ കരയും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ദാവൂദ്, സയ്യിദുനാ സുലൈമാൻ എന്നും പണിയെടുക്കും, എന്തെങ്കിലും പണിയെടുക്കും. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പണി എന്താന്ന് പറഞ്ഞാല് പടയങ്കി നിർമ്മിക്കാനുള്ള ഇരുമ്പ് വീതം വെക്കും തൊഴിലാളികൾക്ക്. ഒരു വീതം ആര് കൊടുക്കും?
ദാവൂദ് നബി ജീവിക്കുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ മുതലാളി ദാവൂദ് നബിയാ. ദാവൂദ് നബി ജീവിക്കുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയാണ് ആര്? ലോകത്തെ ഏറ്റവും വലിയ മുതലാളി ദാവൂദ് നബിയാ. പക്ഷെ വലാ യഅ്കുലു ഇല്ലാ മിൻ അമലി യദൈഹി, അന്നന്ന് ഒരു തൊഴിൽ എടുത്തിട്ട് ആ തൊഴിലിന് നിശ്ചയിച്ച കൂലി കൊണ്ടല്ലാതെ ദാവൂദ് നബി ഭക്ഷണം കഴിച്ചിട്ടില്ല. വലാ യഅ്കുലു ഇല്ലാ മിൻ അമലി യദൈഹി, അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ ഒട്ടകത്തിനെയും കുതിരകളെയും തൊഴിലാളികൾക്ക് വീതം വെക്കും. ഇത്ര ഒട്ടകത്തിനെ നോക്കണം, ഇത്ര ഒട്ടകത്തിനെ നോക്കണം. 1000 ഒട്ടകം ഉണ്ടെങ്കിൽ വീതം വെക്കും. ഇത്ര ഒട്ടകം ഇങ്ങനെ വെക്കും. പിന്നെ അതുപോലത്തെ ഒരു വീതം ആരോടുക്കും? ദാവൂദ് നബി. എന്നിട്ട് ഒട്ടകത്തിനെ മേക്കാൻ പോവും. ആര്? ചക്രവർത്തി. നിങ്ങളൊന്ന് കേൾക്കി മനുഷ്യന്മാരെ, പറഞ്ഞ് പടച്ചവൻ നമുക്ക് ബോധം തരട്ടെ. ഈ ദുന്യാവിൽ ദാവൂദ് നബി ജീവിക്കുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയാണ് ആര്? സയ്യിദുനാ ദാവൂദ്. ചിന്തിക്ക്, ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ. പക്ഷേ സ്വന്തം അധ്വാനിച്ചത് കൊണ്ടല്ലാതെ മഹാനായ സയ്യിദുനാ ദാവൂദ് ഭക്ഷണം കഴിക്കാറില്ല. ഒരിക്കൽ പടയങ്കി നിർമ്മാണം, ഇരുമ്പ് വീതം വെക്കും. എന്നിട്ട് ഒരു വീതം എടുത്തിട്ട് പടയങ്കി ഉണ്ടാക്കും. എന്നിട്ട് മറ്റുള്ളവരുണ്ടാക്കും. അത് ചന്തയിലേക്ക്, ഫലസ്തീന്റെ ചന്തയിലേക്ക് കൊടുത്തേക്കും. എന്നിട്ട് തൊഴിലാളികൾക്ക് അതിന്മേൽ കിട്ടുന്നത് പോലത്തെ ഒരു ലാഭം ആർക്കും കിട്ടും? മുതലാളിക്കും കിട്ടും. അതുകൊണ്ടാണ് മുതലാളി അന്നത്തെ ഭക്ഷണം കേൾക്കുക. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയായിരുന്നു ആര്? സയ്യിദുനാ ദാവൂദ്. സ്വന്തം മുതലോ നാട്ടുകാരെ ഉപകാരത്തിന് കൊടുക്കും. അന്നന്ന് പണിയെടുക്കും സയ്യിദുനാ ദാവൂദ്. എന്തിന്? വിനയം. വളരെ ചിന്തിക്കണം. ഇവനും അഹങ്കരിച്ചു, ഇവന്റെ പട്ടാളവും അഹങ്കരിച്ചു. അപ്പോൾ വിഷയത്തിന് മർമ്മം എന്താ? വിഷയത്തിന് മർമ്മം അഹങ്കാരമാണ്. അള്ളാഹുവിന്റെ നുസ്രത്ത് ഉണ്ടാവുകയില്ല. ഏത് പ്രശ്നത്തിന് പരിഹാരം എന്താ? അഹങ്കാരം. ഏത് പ്രശ്നത്തിന്റെ അടിസ്ഥാനം എന്താ? അഹങ്കാരം. എന്താണ് ഇതിന്റെ പരിഹാരം? പരിഹാരം വിനയം. അള്ളാഹു നമുക്ക് വിനയം നൽകട്ടെ. അള്ളാഹു നമ്മെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. വളരെ ചിന്തിക്കണം. ഈ മുസ്ലിം ലോകം, അറബ് ലോകത്ത് നിങ്ങൾ എഴുതി വെച്ചോളി, അറബ് ലോകത്ത് വൻ ദാരിദ്ര്യം വരാൻ പോവാണ്. നിങ്ങൾ എഴുതി വെച്ചോളി, അറബ് ലോകത്ത് വൻ ദാരിദ്ര്യം വരികയാണ്. ഉറപ്പ്, എഴുതി വെച്ചോളൂ. കച്ചവടത്തിന് ഞങ്ങൾ ഗൾഫിൽ പൈസ മുടക്കേ വേണ്ട, പൊട്ടും കേട്ടോ. ഞങ്ങൾ എഴുതി വെച്ചോളി. നിങ്ങൾ എഴുതി വെച്ചോളിയടോ. നിങ്ങൾ ഇത് എഴുതി വെച്ചോളി ചങ്ങായിമാരെ. ഗൾഫിൽ പൈസ കച്ചവടത്തിന് മുടക്കിയാൽ എടാ പൊട്ടും, ഉറപ്പായിട്ട് പൊട്ടും. നിങ്ങൾ ഇത് ഇവിടുന്ന് പഠിച്ചു. ഞാൻ അല്ലാഹുവിന്റെ മുത്തിന് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഹദീസിൽ നിന്ന് പഠിച്ചു. ഇതൊരു 10-15 കൊല്ലമാകുമ്പോഴത്തേന് അറബ് ലോകം ദരിദ്രമായി തീരും. പിന്നെ ഒരു ജനത വരും, ആ ജനത ഭൂമി പിടിച്ചെടുക്കും ഇൻഷാ അല്ലാഹ്. അതൊരു അനിവാര്യതയാണ്. വളരെ ചിന്തിക്കണം. ഉറപ്പ്, ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയില്ല പെട്ടെന്ന്. ഒരു നിരക്കിന് ഇതൊരു അനുഗ്രഹമാണ്. നമ്മൾ അടിത്തറയിലേക്ക് മടങ്ങും. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, ഒട്ടക പുറത്ത് യാത്ര ചെയ്യാൻ കഴിയാത്തവര്, സാധുക്കള്, ഒട്ടകമില്ലാത്തവർക്ക് പട്ടാളക്കാർക്ക് കാൽ വേദനയായാലും ഒരു പട്ടാളക്കാരൻ മറ്റേ പട്ടാളക്കാരനെ ഏറ്റും. മദീന മുതൽ ഇസ്താൻബൂൾ വരെ ഏറ്റിക്കൊണ്ടുപോയതാണ് മഹാനായ അബൂ അയ്യൂബിനെ റളിയല്ലാഹു അൻഹു. അബൂ അയ്യൂബിനെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അബൂ അയ്യൂബിന്റെ വീട്ടുമുറ്റത്താണ് ഒട്ടകം മുട്ടുകൂട്ടിയത്. മുത്ത് മുഹമ്മദ് മുസ്തഫ ത്വലഅൽ ബദ്റു അലൈനാ മിൻ തനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസ് ഫീനാ ജിതാ ബിൽ അംരി മുതാഇ ജിതാ شرفت المدينة مرحبا يا خير داعي يا نبي عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. ഇത് എല്ലാവർക്കും ബാധകമാണ് കേട്ടോ. എല്ലാവർക്കും ബാധകമാണ്. ഇതിനൊരു ഉള്ളുണ്ട്. ആ ഉള്ളു ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഇതിനൊരു ഉള്ളുണ്ട്. എന്താ ഉള്ളു? ഇതൊന്നുമല്ല പരിഹാരം. പരിഹാരം വിനയത്തിലേക്ക് തിരിച്ചു പോയാൽ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. വളരെ ചിന്തിക്കണം. ഒരാളും അഹങ്കാരത്തിൽ വിജയിക്കൂല. എന്നാലോ ഒരു ഭാഷ അറിയണ്ട, ഒരു ഭാഷ അറിയണ്ട. വിനയമുണ്ടായാൽ മതി. ഒരു ഭാഷ അറിയണ്ട. വിനയം ഉണ്ടെങ്കിൽ വഴിപ്പെടും. നിലമ്പൂർ ഭാഗത്തുണ്ട് ഇടക്കിടക്ക് എന്ത് ചെയ്യുന്ന അറിയും? നിലമ്പൂർ ഭാഗത്ത് നിലമ്പൂർ ഭാഗത്ത് നിന്ന് പഴയ കാലത്തൊക്കെ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ മൈസൂരിലേക്ക് കെട്ടിക്കൊണ്ടുപോകും പറ്റ ദരിദ്രമായ കുടുംബങ്ങളിൽ നിന്ന്. ഞാൻ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു സംഗതിയാണത്. അതായത് എങ്ങനെയോ വന്നിട്ട് ഒരു ദ്വിഭാഷയും കൊണ്ടുവന്നിട്ടാണ്. തനി കന്നഡയോ ഉറുദുവോ അറിയുന്ന ആളുകൾക്ക് മലയാളം അറിയൂല.
അവര് നിലമ്പൂര് വന്നിട്ട് പെണ്ണിട്ടും. മനസ്സിലായോ? അങ്ങനെ നിലമ്പൂര് ഇന്ന വളരെ ചിന്തിപ്പിച്ച ഒരു സംഗതിയാണ്. ഭയങ്കര ചിന്തിക്കണേല് ഇങ്ങനെ അതായത് അങ്ങനെ ദിഭാഷയെ കൊണ്ടുവന്നിട്ട് ഒരു ഇടയിൽ ആളെ നിർത്തിയിട്ട് എന്ത് ചെയ്യും? കല്യാണം കഴിച്ച് ഈ പെണ്ണിനെ കൊണ്ടുപോകും. ഈ പെണ്ണിനെ എന്നെ ചിന്തിപ്പിക്കണ കാര്യം എന്താ അറിയും? പുതിയാപ്പളിന്റെ ഭാഷ പെണ്ണിനും അറിയില്ല, പെണ്ണിന്റെ ഭാഷ പുതിയാപ്പളയും അറിയില്ലെങ്കിലും 6-7 മാസമാകുമ്പോൾ ഓളെ കൂട്ടിക്കൊണ്ടിരും. കാരണം ഭാഷ ഒന്നും അറിയില്ലെങ്കിലും ഓൾക്കൊരു വിനയുണ്ട്. ആ വിനയം കൊണ്ട് അവളെ തടി ഓനെ ഒഴിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഓക്ക് പള്ളിയിലുണ്ടാവും. നേരെ മറിച്ച് ഇവിടുന്ന് അവിടേക്ക് കെട്ടിച്ച് ഓൾക്ക് തോന്നാണ് ഞാൻ ഓനേക്കാൾ വലിയ മുന്തിയ ആളാണെന്ന് പറഞ്ഞാൽ ഒഴിപ്പെടൂല, ഓക്ക് പള്ളിയിലുണ്ടാവില്ല. നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ നാട്ടിലുണ്ടാ? നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായപ്പോ പറഞ്ഞത് ഒരു വില്ലേജ് എന്ന് ആ വില്ലേജിൽ തന്നെ കെട്ടിച്ച് വാപ്പാര് തമ്മിൽ യോജിച്ച്, അല്ലെങ്കിൽ എന്തോ സന്ദർഭവശാൽ കല്യാണം നടന്നു. പെണ്ണിന് തോന്നി എന്ത്, നമ്മൾ അഷ്റഫുൽ ഖബായിലാണ്, നമ്മൾ മൂപ്പർക്ക് പോയിപ്പെടാനൊന്നും അല്ല, മൂപ്പര് വാപ്പ നമ്മളെ പേരിൽ കന്നേക്കണ ആളായിരുന്നു എന്ന് ആർക്ക് തോന്നി? ആർക്ക് തോന്നി? പെണ്ണിന് തോന്നി എന്ന് നോക്കുക. എങ്കിൽ ഓക്ക് പള്ളിയിലുണ്ടാവില്ല. രണ്ടാളെയും ഭാഷ ഒന്നാണ്, രണ്ടാളെയും വില്ലേജ് ഒന്നാണ്. ഓക്ക് പള്ളിയിലുണ്ടാവില്ല. കാരണം ഓളോന് വഴിപ്പെടൂല. നേരെ മറിച്ച് കേരളത്തിൽ നിന്ന് മൈസൂർക്ക് കെട്ടിക്കൊണ്ടുപോയി ഇവളെ ഭാഷ ഓക്കും അറിയില്ല, ഓന്റെ ഭാഷ ഇവനും അറിയില്ല. പക്ഷേ ഓക്ക് ഈ താഴത്തുണ്ടാവും, വഴിപ്പെടും. ഭാഷ അറിയേണ്ട ആവശ്യമില്ല, എന്തുണ്ടായാൽ മതി, വഴിപ്പെട്ടാൽ മതി. മദീന കടന്നുപോയ സ്വഹാബികൾക്ക് ഭാഷ അറിയില്ല, പക്ഷെ അവർക്ക് വിനയുണ്ടായിരുന്നു. അവർ ലോകം മുഴുവനും പിടിച്ചടക്കി തിരിച്ചുകൊണ്ട്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. വളരെ ചിന്തിക്കുക, അല്ലെങ്കിൽ കോമാളികളാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട. അവനും അവന്റെ പട്ടാളവും അഹങ്കരിച്ചു ഭൂമിയിൽ. ഫിർഔനോ രാജാവായതുകൊണ്ട് പട്ടാളത്തിനോ രാജാവിന്റെ ആളാണല്ലോ, പേടിക്കണ്ടല്ലോ. പള്ളി കമ്മിറ്റിന്റെ ആൾക്ക് ആ മാലിൽ പേടിക്കണ്ടല്ലോ. ഏറ്റവും വലിയ സംഘടനയുള്ള ആൾക്ക് ആ നാട്ടിൽ പേടിക്കണ്ടല്ലോ. ആരുമില്ലാത്തൊരു മനുഷ്യന് സാധുവിന് പേടിക്കണം. വലിയ ആളുകൾക്ക് എന്തിനാ പേടിക്കണത്? ആനപ്പുറത്ത് കയറി കുത്തിരിക്കണ പട്ടിനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓ ഇരിക്കണത് എവിടെയാ? ഓൻ ആനപ്പുറത്തല്ലേ? മനസ്സിലായില്ല. ആനപ്പുറത്തിരിക്കണ ആളെ സംബന്ധിച്ചിടത്തോളം ഓനെ പേടിക്കണ്ട. ഓനെ പാമ്പും കടിക്കൂല, മനുഷ്യന്മാരെ പട്ടിയും കടിക്കൂല. വലിയ കൂട്ടക്കാരിലേക്കൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെയാണ്. ഓനെ പട്ടിയും കടിക്കൂല, ഓനെ നായും കടിക്കൂല, അവന് ആടും കടിക്കൂല, ആരും കടിക്കൂല. ഇതന്നെ അഹങ്കാരം. ഫറോവയുടെ അഹങ്കാരം ഫറോവ ആയതുകൊണ്ട്. പട്ടാളത്തിന്റെ അഹങ്കാരം ഞാൻ ഫിറോന്റെ പട്ടാളാണ്. അവനും അവന്റെ പട്ടാളവും അഹങ്കരിച്ചു. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അഹങ്കാരം കൊണ്ട് ഒരു സമൂഹവും രക്ഷപ്പെടാൻ പോകുന്നില്ല. അഹങ്കാരമാണ് എന്തിന്റെയും പരാജയത്തിന്റെ പരാജയം. അഹങ്കാരാണ്. ഏത് ജനതയും അഹങ്കാരം കൊണ്ട് തകരും. ആ ജനതക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് വിനയം കൊണ്ട് അല്ലാതെ ഒരു സമൂഹം രക്ഷപ്പെടൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ പിടിച്ചടക്കാൻ വേണ്ടി, മക്ക പിടിച്ചടക്കാൻ വേണ്ടി വരുമ്പോൾ അത്ര വിനയം കാണിച്ചതിന്റെ അടിസ്ഥാനം എല്ലാത്തിന്റെയും ആധാരം വിനയാണ്. അള്ളാഹു നമുക്ക് ഇതാണ് ഇതിലെ പാഠം. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. അള്ളാഹു തആല എല്ലാ ആളുകളും ഇൽമ കൊണ്ട് നല്ലൊരു ശതമാനം ആളുകൾ നരകത്തിലെത്തും. എന്നാൽ ആ ഇൽമ കേട്ട പല ആളുകളും സ്വർഗത്തിലെത്തും. എന്തുകൊണ്ട്? ഇൽമുള്ള ആളുകൾക്ക് എന്തുണ്ടാവും? അഹങ്കാരം ഉണ്ടാവും. ഇൽമുള്ള ആളുകൾ ഇൽമ കേട്ടിട്ട് ആ ഇൽമ കൊണ്ട് എത്ര ആള് സ്വർഗത്തിലെത്തും. എന്നാൽ ഇൽമ പറഞ്ഞാൽ നരകത്തിലെത്താം. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. കാരണം ഇയാൾക്ക് ഇതുകൊണ്ട് എന്തുണ്ടാവും? എന്തുണ്ടാവും? അഹങ്കാരം. ഇൽമുള്ളവനെ ഇൽമിന്റെ പേരിൽ അഹങ്കാരം ഉണ്ടാവും. എന്നാൽ മറ്റോനൊന്നും അറിയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. 100 ആള് ഒരു ഗ്രൂപ്പിൽ ഉംറക്ക് പോയി, അല്ലെങ്കിൽ ഹജ്ജിന് പോയി. അതിൽ 99 അമീറുണ്ടാവും, 99 ആളും ഉണ്ടാവും. ഈ 99 ആളുകൾ ഒരാളെ കാണുമ്പോൾ പറയാൻ എന്താണെന്നറിയോ? ഉസ്താദേ ഒന്നും അറിയില്ല, ഞാൻ അങ്ങനെ പോണെന്നേ ഉള്ളൂ. എന്നാ ഇത് കൊണ്ടുപോകണവന്റെ ധാരണ എന്തായിരിക്കും അറിയോ? എനിക്കെല്ലാം അറിയാം, നിങ്ങൾ ബേജാറാണ്ട. ഇവർ രണ്ടാൾ രണ്ട് സ്വഭാവം. ഈ കൊണ്ടുപോകണവനെ അള്ള സ്വീകരിക്കൂല എന്നൊന്നുമില്ല, പക്ഷെ ഇവനെ സ്വീകരിച്ചിട്ടേ ഓനെ സ്വീകരിക്കുള്ളൂ. കാരണം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനൊന്നും അറിയില്ല. അള്ളാന്റെ അടിമക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഓൻ അള്ള ഉണ്ട് എന്ന് അറിഞ്ഞാൽ മതി. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. എവിടെ കിബർ വന്നോ അവിടെ പൊട്ടിച്ചാളി. എവിടെ കിബർ വന്നാൽ അവിടെ പൊട്ടിക്കണം. നേരെ ഉംറക്ക് വന്നിട്ട് ഹുദൈബിയയിൽ എത്തിയപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള വാക്കിൽ മുഹമ്മദ് റസൂലുള്ള പോലും വിട്ടിട്ട് തിരിച്ചു വന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്താ മനുഷ്യന്മാരെയിലെ പാഠം? ഉംറക്ക് പോയാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ ഹുദൈബിയയിൽ എത്തിയപ്പോൾ മക്കക്കാരാണ് തടഞ്ഞു.
ഇങ്ങനെ വരിക. അതിൽ വലിയ പാഠം കിട്ടി. ഉമർ ബിൻ ഖത്താബ് വരെ പറഞ്ഞു, എന്തിനാ തിരിച്ചു പോണ്, അടിച്ചൂടെ, നമുക്ക് അടിച്ചൂടാ, പോവുകയാറും. തിരിച്ചുപോയി. അപ്പൊ എല്ലാവരും തോറ്റോന്ന് തോന്നി, അതിലാണ് ജയിച്ചു. തിരിച്ചു പോണത് ഉമർ ബിൻ ഖത്താബിന് വരെ ഇഷ്ടമില്ല. പക്ഷെ റസൂലുള്ളാഹി അവരെ തോൽപ്പിച്ചു കൊണ്ടുപോയി. എന്ത് മനസ്സിലായില്ല? മക്കക്കാർ കരാർ ചെയ്താൻ വന്നു. അവർ മിൻ മുഹമ്മദ് റസൂലില്ലാഹി ഇലാ സ്വനാദിദി ഖുറൈശ്, മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നിന്ന് ഖുറൈശി പ്രമുഖർക്ക് എഴുതി കൊടുക്കുന്ന കത്ത് എന്നാണ്, കരാർ എന്നാണ്. ഈ കരാറിലെ പ്രമുഖർ എന്ന വാക്ക് വെട്ടാൻ നബി പറഞ്ഞില്ല, നേരെ മറിച്ച് റസൂലുള്ളാഹി എന്ന വാക്ക് വെട്ടാൻ അവര് പറഞ്ഞു. ഖുറൈശി പ്രമുഖർക്ക് ഖുറൈശി പ്രമുഖർക്ക് റസൂലുള്ളാഹി എഴുതി കൊടുക്കുന്ന കരാറ്, അതിൽ റസൂലുള്ളാഹി എന്ന വാക്ക് വെട്ടണം എന്ന് പറഞ്ഞവര്. അപ്പൊ റസൂലുള്ളാഹി വെട്ടുന്നാറ്, വെട്ടിക്കോളാറ്, വെട്ടുകാരണം. അലിയാരും ഞാൻ വിട്ടൂലാറും, ഞാൻ വിട്ടൂല, ഞങ്ങൾ റസൂൽ തന്നെയാണല്ലോ, എന്തിനാ വിട്ടെന്ന് ചോദിച്ചു. അത് ഹക്കാണല്ലോ, ഞാൻ വിട്ടൂലാറും, വെട്ടത് കാരണം ഞാൻ വിട്ടൂലാറും. ആര്? സയ്യിദുനാ അലി. പിന്നെ പറഞ്ഞു വെട്ടത് ഞാൻ വിട്ടൂലാറും. അപ്പൊ റസൂലുള്ളാഹി വാങ്ങി, റസൂലുള്ളാഹി വെട്ടി. മിൻ മുഹമ്മദിൻ, മുഹമ്മദിൽ നിന്ന്, സാധുവായ മുഹമ്മദ് ഖുറൈശി മൊലാളിമാർക്ക് എഴുതി കൊടുക്കുന്ന കരാറ് എന്നെഴുതി തോറ്റിട്ട് മടങ്ങാൻ പോയി. പിറ്റേത്തെ കൊല്ലം തിരിച്ചു വരുമ്പോൾ ഒരാള് എണീറ്റിക്കല്ല, തോറ്റോടുത്ത് ജയിച്ച്, മറ്റൊരു ജയിച്ചോടുത്ത് തോറ്റ്. ഒക്കെ പറഞ്ഞത് മനസ്സിലായോ ജനങ്ങളെ? എന്താണ് ഹുദൈബിയയിലെ പാഠം? മനസ്സിലായില്ലേ? ആർക്കും ഇഷ്ടമല്ല തിരിച്ചു പോകാൻ. കാരണം എന്താണെന്നറിയോ? അടുത്തെത്തിയിട്ടുണ്ട്. അടുത്തെത്തി ചില്ലറ കിലോമീറ്റർ അവിടുന്ന് എവിടേക്കുള്ളൂ? 20 താഴെ എന്നാ എനിക്ക് തോന്നുന്നത്. 20 താഴെ കിലോമീറ്റർ ഉള്ളൂ ഹുദൈബിയിൽ നിന്ന് എവിടേക്ക്? മക്കത്തേക്ക്, മസ്ജിദുൽ ഹറാമിലേക്ക് എത്തും. അവിടുന്ന് റസൂലുള്ളാഹി തിരിച്ചു മടങ്ങി. എന്ത് നിങ്ങൾ ചിന്തിക്കണം. അവരവിടെ കേറിയാൽ അവർക്ക് നബിയെ തടുക്കാൻ കഴിയില്ല. അതിന് മാത്രമല്ല പട്ടാളം ആരെ കയ്യിലുണ്ട്? ജയിച്ചോടത്ത് തോറ്റു വന്ന്, ജയിച്ചടുത്ത് തോറ്റു വന്ന് ആർക്കും ഇഷ്ടമല്ല തിരിച്ചു പോക്ക്. തിരിച്ചിട്ട് പോന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ ഉംറയിൽ അറക്കാൻ കൊണ്ടുപോയ ഒരുവിനെയും ആടിനെയും ഒട്ടകത്തെയും ഹുദൈബിയയിൽ ഇട്ട് അറക്കാൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ തഹല്ലുലായി, ഉംറ ചെയ്യാതെ തഹല്ലുലായി ആടർത്ത് തിരിച്ചിട്ട് പോന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വെട്ടി? റസൂലുള്ളാഹി എന്ന വാക്ക് വെട്ടിയാണ് കൊടുത്ത്. ആരെ കൈ കൊണ്ട് വെട്ടി? ആരെ കൈ കൊണ്ട് വെട്ടി? റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് വെട്ടി. പിന്നെ ചില്ലറ കാലം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പോൾ അബൂ സുഫിയാൻ വന്ന് പറഞ്ഞു, ഇത്തവണ കരാർ പുതുക്കാം, റസൂലുള്ളാഹി എന്ന വാക്ക് വെട്ടാൻ ഇത്തവണ ഞങ്ങൾ പറയൂല, പക്ഷെ കരാർ ഒന്നുകൂടി നമുക്ക് പുതുക്കിക്കൂടെ? ഞങ്ങൾ എന്തിനു തയ്യാറാ? റസൂൽ ഒന്നും മിണ്ടിയില്ല, റസൂൽ ഒന്നും മിണ്ടാതിരുന്ന്. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഈ കരാർ ഉണ്ടാക്കാൻ ആൾക്കാർ അബൂ സുഫിയാനെ, ഈ കാണുന്ന മനുഷ്യന്മാരൊക്കെ മുസ്ലിമായിട്ട്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നും പറയണ്ട, അബൂ സുഫിയാൻ മാന്യനാണ്, അദ്ദേഹം ബുദ്ധിയോടുകൂടെ ആലോചിച്ചോട്ടെ എന്ന്. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. കരാർ ഉണ്ടാക്കാൻ വന്നാൽ മുസ്ലിമായി തിരിച്ചു പോയി. പിന്നെ മക്കയിൽ ഒരാളില്ല. ഈ പട്ടാളം അങ്ങനെ കണ്ടിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് പിന്നെ അബൂ സുഫിയാൻ പറഞ്ഞു, സ്വാറ ഇബ്നു അഖീകൽ യൗമ മലിക്കൽ മുലൂക്കി, നിങ്ങളെ മകൻ, നിങ്ങളെ ഏട്ടന്റെ മകൻ ഇന്ന് ചക്രവർത്തിയായി മാറിയല്ലോ. ഞങ്ങൾ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല, ഒരാഴ്ച മുമ്പുള്ള കുടൽമാല വലിച്ചെടുത്ത് ഈ മനുഷ്യൻ ഇപ്പൊ ചക്രവർത്തിയായില്ലേ? ഫഖാല അബ്ബാസ്. അപ്പോൾ അബ്ബാസ് പറഞ്ഞില്ല, ചക്രവർത്തി എന്ന വാക്ക് എന്റെ ഏട്ടന്റെ മകന് ഇഷ്ടമില്ല, ആ വാക്ക് പറയരുത്. സ്വാറ നബിയൽ അംബിയാ, സ്വാറ മലിക്കൽ മുലൂക്ക്, ചക്രവർത്തിയായി എന്ന് പറയരുത്. സ്വാറ നബിയൽ അംബിയാ, സ്വാറ നബിയൽ അംബിയാ, നബിമാരുടെ നബിയായി എന്ന് പറഞ്ഞേക്കാണ് സയ്യിദുനാ അബ്ബാസ്. അബൂ സുഫിയാനെ തിരുത്തി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മെ മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. ഏത് പ്രശ്നവും പരിഹരിക്കണമെങ്കിൽ അടിമക്ക് വിനയം ഉണ്ടാകണം. അല്ലാതെ നിങ്ങൾ നിലവിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയൂല. ഇതിന്റെ അപ്പുറമൊക്കെ എൻ്റെ മനസ്സിൽ പറയാനുണ്ട്. ഞാൻ പറയാത്തത് എന്താണെന്നറിയോ? അതൊരു ഫിത്നയാവരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ജനങ്ങളെ, ഇന്ന് മുസ്ലിം സമുദായം നേരിടുന്ന പ്രതിസന്ധിയെ പരിഹരിക്കാൻ ഒരു ആൾക്കൂട്ടത്തിനും കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല. ഒന്നും പരിഹരിക്കപ്പെടൂല. മുഅ്മിനീങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങിയാലല്ലാതെ. പ്രശ്നം പരിഹരിക്കുന്നവൻ നമ്മളല്ല, പരിഹരിക്കുന്നവൻ അള്ളാഹുവാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും നടക്കൂല. പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകണം, വിനയം കാണിക്കണം. അള്ളാഹുവിന്റെ അബ്ദ് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകണം. അല്ലാതെ അള്ളാഹിന്റെ അബ്ദിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയില്ല. ഒരിക്കലും പരിഹാരം ഉണ്ടാവില്ല. പരിഹാരത്തിന്റെ അധ്യായം നമ്മൾ വേറെ പഠിക്കേണ്ടതുണ്ട്. പരിഹാരം അള്ളാഹുവിലേക്കുള്ള വിനയം കാണിക്കൽ മാത്രമാണ്. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിലേക്ക് നമ്മളെ ചേർത്ത് തരട്ടെ. നമ്മളെ പ്രശ്നങ്ങളെയും അള്ളാഹു തആല പരിഹരിച്ചു തരട്ടെ. ഇലാ ഹദറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.